ആദരണീയനായ പ്രൊഫസർ കെ സച്ചിദാനന്ദ സാർ, നമ്മുടെ പുസ്തക പ്രകാശനത്തിന് വഴിയൊരുക്കിയ അതിൻ്റെ പ്രസാധകർ പി ടി കുഞ്ഞാലി മാഷ്, സിദ്ദീഖ് സാഹബ് തുടങ്ങിയ വേദിയിൽ ഉള്ള എല്ലാവരും, അതിലുപരി ഈ ഒരു തികച്ചും നമുക്ക് അനുകൂലമല്ലാത്ത കാലാവസ്ഥയിൽ ഇവിടെ വന്നു ചേർന്ന എല്ലാവരും, വേദിയിലുള്ളവരോടൊപ്പം തന്നെ മനസ്സിന് വല്ലാതെ സന്തോഷമുണ്ടാക്കുന്നു. സത്യത്തിൽ ഈ വൈകിയ വേളയിൽ ഒരു മറുപടിയൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനിയും എഴുതും. എഴുത്താണ് എൻ്റെ മറുപടികൾ. ഈ ഒരു വൈകിയ വേളയിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് വീടണയണം എന്ന് കാത്തിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അധികമൊന്നും നമ്മെ പ്രയാസപ്പെടുത്താത്ത ഒരു പ്രാർത്ഥന രീതിയിലുള്ള എൻ്റെ തന്നെ ഒരു കവിത വായിച്ചുകൊണ്ട് ചില വാക്കുകൾ പങ്കിട്ടുകൊണ്ട് നമുക്ക് പിരിയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രസാധകരുടെ ഒരു നന്ദി പ്രകാശനത്തോടു കൂടിയാണ് പരിപാടി അവസാനിക്കുക. പടപ്പുകളെങ്ങനെ സ്തുതിക്കാതിരിക്കും? ഒരു വേള ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കുമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ കവിത തന്നെ വായിക്കുന്നത്. തിരകളൊടുങ്ങാത്ത തീരത്തിരിക്കുമ്പോൾ ഗായകരെങ്ങനെ മൂളാതിരിക്കും? തിരകളൊടുങ്ങാത്ത തീരത്തിരിക്കുമ്പോൾ ഗായകരെങ്ങനെ മൂളാതിരിക്കും? നീലാകാശം നീലാകാശം നീട്ടി വിളിക്കുമ്പോൾ ചിറകുകളെങ്ങനെ വിടരാതിരിക്കും? നീലാകാശം നീട്ടി വിളിക്കുമ്പോൾ ചിറകുകളെങ്ങനെ വിടരാതിരിക്കും? താരങ്ങൾ മിഴിപ്പൂട്ടാതെ മാനത്ത് മുത്ത് പൊഴിക്കുന്ന നേരത്ത് രജനീ ഗന്ധികളെങ്ങനെ ഉണരാതിരിക്കും? താരങ്ങൾ മിഴിപ്പൂട്ടാതെ മാനത്ത് മുത്ത് പൊഴിക്കുന്ന നേരത്ത് രജനീ ഗന്ധികളെങ്ങനെ ഉണരാതിരിക്കും? മത്ത് പിടിക്കും പൂങ്കാറ്റിൽ മധുപന്മാർ. മത്ത് പിടിക്കും പൂങ്കാറ്റിൽ മധുപന്മാർ. കൊതി തീരാതെ എങ്ങനെ നീന്തിത്തുടിക്കും? കരളിൻ തുടിപ്പും മിടിപ്പും നിലക്കാതെ, കരളിൻ തുടിപ്പും മിടിപ്പും നിലക്കാതെ പടപ്പുകളെങ്ങനെ സ്തുതിക്കാതിരിക്കും? കരളിൻ തുടിപ്പും മിടിപ്പും നിലക്കാതെ പടപ്പുകളെങ്ങനെ സ്തുതിക്കാതിരിക്കും? ഈ ഒരു കവിതയാണ് ഞാൻ ഈ അവസരത്തിൽ പാടാൻ ശ്രമിച്ചത്. ഏതായാലും ഇവിടെ ഈ ഒരു പ്രകാശന ചടങ്ങിൽ നമുക്കേറെ ബഹുമാന്യനായ, ഏറെ ഇഷ്ടപ്പെട്ട, ഏറെ സ്നേഹമുള്ള നമ്മുടെ ഗുരു തുല്യനായ സച്ചിദാനന്ദൻ സാറിൻ്റെ കൈകൾ കൊണ്ട് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. ഒപ്പം ഈ കവിത
സമർപ്പിച്ചത്. എൻ്റെ ഉമ്മക്ക് വേണ്ടി. അവരോധിത്തന്ന സ്വർഗകഥകളാൽ മണ്ണിലെ സ്വപ്നലോകങ്ങൾ മറന്നു ഞാൻ. അവർ ചുരത്തിത്തന്ന തീർത്ഥമാണിന്നുമൻ ഉയരും ഉശിരും. എൻ ജീവിതസ്വരം അവർ പാടിത്തന്ന സ്വർഗകഥകളാൽ മണ്ണിലെ സ്വപ്നലോകങ്ങൾ മറന്നു ഞാൻ. അവർ ചുരത്തിത്തന്ന തീർത്ഥമാണിന്നുമൻ ഉയരും ഉശിരുമൻ ജീവിതസരണിയിൽ. നന്ദി, നമസ്കാരം.